4ാം ക്ലാസ്സിലെ പുതിയ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സിമ്പിളായിട്ടുള്ള സ്റ്റോറിയാണ്. ദ ട്രിക്ക് ഓഫ് കിച്ചു. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ. ഒരു കഥയാണ്. ദ ട്രിക്ക് ഓഫ് കിച്ചു. കിച്ചു എന്ന് പറയുന്നത് ഇതായി താഴെ കാണുന്ന ഈ ഒരു മുയലാണ്. ഇനി 4ാം ക്ലാസ്സിലെ കൂടുതൽ വീഡിയോസിന് നിങ്ങൾ പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് വിസിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ 4ാം ക്ലാസ് മാത്രമല്ല, 1ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള ഏത് ക്ലാസ്സിലെയും ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സ് പഠിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സിനും സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ചാപ്റ്ററിലേക്ക് വരാം. മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം നോക്കൂ. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് കിച്ചു. കിച്ചുവിനെ കുറിച്ചുള്ളൊരു സ്റ്റോറിയാണിത്. ആരാണ് കിച്ചു? ദ ബ്രേവ് റാബിറ്റ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ബോൾഡ്, ധൈര്യമുള്ള എന്നാണ്. സോ റാബിറ്റ് മുയൽ, ധൈര്യമുള്ള ഒരു റാബിറ്റ്. ഹൂസ് ഹീറോയിക് ആക്ഷൻ സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ റാബിറ്റിൻ്റെ ധീരതയാർന്ന ആക്ഷൻസ്, ചെയ്തികൾ അല്ലെങ്കിൽ ആക്ഷൻസ്, പ്രവൃത്തികൾ സേവ് ദ ലൈവ്സ് ഓഫ് ഹിസ് ഫ്രണ്ട്സ്, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ ജീവൻ രക്ഷപ്പെടുത്തുന്നു. അപ്പോൾ എങ്ങനെയാണ് ഫ്രണ്ട്സിനെ ഇവർ രക്ഷിച്ച് നമുക്ക് നോക്കാം. The trick of Kichu. Kichu, the rabbit, was a well-known vegetable merchant in the little market. കിച്ചു എന്ന പേരുള്ള ഈ റാബിറ്റ് ഒരു വെൽ നോൺ എന്ന് പറഞ്ഞാൽ ഫേമസ്, എല്ലാവരും അറിയുന്ന ഒരു വെജിറ്റബിൾ മെർച്ചൻ്റ് ആണ്, പച്ചക്കറി വിൽപ്പനക്കാരനാണ്. ഇൻ ദ ലിറ്റിൽ മാർക്കറ്റ്, ഒരു ചെറിയ മാർക്കറ്റിലെ പച്ചക്കറി വിൽക്കുന്ന മുയലാണ് കേട്ടോ കിച്ചു. ഹിസ് ഷോപ്പ് വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ് like carrot, cabbage, pumpkin, bitter gourd and spinach. ഇനി ഇവൻ്റെ ഷോപ്പിൽ ആകെ നിറഞ്ഞിട്ടുണ്ട്. വാസ് ഫിൽഡ് വിത്ത് ഫ്രഷ് വെജിറ്റബിൾസ്, നല്ല ഫ്രഷായ വെജിറ്റബിൾസ് ഉണ്ടാകും. ഏതൊക്കെയാണ് ഉണ്ടാവുക? ക്യാരറ്റ് ഉണ്ടാകും, ക്യാബേജ് ഉണ്ടാകും, പംകിൻ ഉണ്ടാകും. പംകിൻ എന്ന് പറഞ്ഞാൽ മത്തൻ കേട്ടോ, മത്തൻ ഉണ്ടാകും. ബിറ്റർ ഗൗഡ്, കൈപ്പക്ക ഉണ്ടാകും. ആൻഡ് സ്പിനാച്ച്, ചീര ഉണ്ടാകും. വൺ ഡേ, ഒരിക്കൽ, ചിന്നു എ ലിറ്റിൽ ഗേൾ, ഈ കാണുന്ന പെൺകുട്ടിയാണ് ചിന്നു, കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. ഒരിക്കൽ ചിന്നു ഷോപ്പിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കാൻ വേണ്ടി വന്നു. ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിങ് സംതിങ്. ഇപ്പോൾ ചിന്നുയുടെ കയ്യിൽ എന്തോ ഉണ്ട്. അത് പിന്നെ ഈ റാബിറ്റ് നോട്ടീസ് ചെയ്തു. നോട്ടീസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാട്ടോ. നോട്ടീസ്ഡ്, ശ്രദ്ധിച്ചു. ഹി കുഡിൻ മേക്ക് ഔട്ട് വാട്ട് ഇറ്റ് വാസ്. മേക്ക് ഔട്ടിന് ഇവിടെ അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. സോ ഇവനെന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ഈ ചിൻ്റെ കയ്യിലുള്ള സാധനം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നിട്ട് ചോദിക്കുകയാണ്, ഓ മൈ ഫ്രണ്ട് കിച്ചു. അപ്പോൾ ഈ പെൺകുട്ടി പറയാണ്, ഓ മൈ ഫ്രണ്ട് കിച്ചു, മൈ ഫാദർ ഡസൻ ഹാവ് എനി മണി വിത്ത് ഹിം. പ്രിയപ്പെട്ട കിച്ചു, എൻ്റെ സുഹൃത്തെ, എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ പണമില്ല. ഡസൻ ഹാവ് എനി മണി വിത്ത് ഹിം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ പണമില്ല എന്ന് ഈ പെൺകുട്ടി പറയണം. ബട്ട് വി വാണ്ട് സം വെജിറ്റബിൾസ്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറികൾ വേണം. പ്ലീസ് കീപ് ദിസ് മിറർ വിത്ത് യു. ഈ മിറർ നിൻ്റെ കയ്യിൽ, അതായത് മിറർ എന്ന് പറഞ്ഞാൽ കണ്ണാടിയാണ് കേട്ടോ. അപ്പോൾ കയ്യിലുണ്ടായിരുന്നത്, ആ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് കണ്ണാടിയാണ്. സോ ഈ കണ്ണാടി നീ കയ്യിൽ വെക്കണം. ആൻഡ് ഗിവ് മീ സം പംകിൻസ്, ക്യാരറ്റ്സ് ആൻഡ് ബീൻസ്. കുറച്ച് പംകിൻസും ക്യാരറ്റും ബീൻസും എനിക്ക് തരണം. വെൻ മൈ ഫാദർ ഗെറ്റ്സ് മണി ഐ വിൽ പേ യു ആൻഡ് ടേക്ക് ദ മിറർ ബാക്ക്. ഇനി ഫാദർ പണം ഉണ്ടാകുമ്പോൾ അത് ഈ കടായിട്ടാണ് ഇപ്പോൾ ചോദിക്കുന്നത് വെജിറ്റബിൾസ്. അപ്പോൾ ഫാദറിൻ്റെ കയ്യിൽ പണം ഉണ്ടാകുമ്പോൾ ഈ വെജിറ്റബിൾസ് ഞാൻ തരും, പണം ഞാൻ തരും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ ആ മിറർ എനിക്ക് തിരിച്ചു തന്നാൽ മതി, ആ കണ്ണാടി അപ്പം തിരിച്ചു തന്നാൽ മതി. അതുവരെ ഒരു സെക്യൂരിറ്റിക്ക് ഈ മിറർ പിടിച്ചോളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ചിന്നു സെറ്റ്. ഓക്കെ അല്ലേ എന്ന് ചിന്നു ചോദിക്കണം. അപ്പോൾ കിച്ചു എന്താ ചെയ്തത്? കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹെർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദ ഷോപ്പ്. കിച്ചു ആ മിറർ അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി. എങ്ങനെ അത് വാങ്ങി? എന്നിട്ട് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദ ഷോപ്പ്. ഷോപ്പിൻ്റെ ഒരു മൂലക്കൽ കൊണ്ടുപോയിട്ട് കെയർഫുള്ളി പ്ലേസ് ചെയ്തു. ഹി ഗേവ് ഹെർ ഓൾ ദ വെജിറ്റബിൾസ് ഷി വാണ്ടഡ്. ഇനിയോ, ഹി ഗേവ് ഹെർ, അവൻ നൽകി. ഓൾ ദ വെജിറ്റബിൾസ് ഷി വാണ്ടഡ്, അവൾക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം നൽകി. ചിന്നു വെൻ ബാക്ക് ഹോം ഹാപ്പിലി. ചിന്നു സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. കിച്ചു ടുക്ക് ഔട്ട് ദ മിറർ ആൻഡ് ലുക്ക്ഡ്. കിച്ചു എന്ത് ചെയ്തു? മിറർ എടുത്തു, എന്നിട്ട് നോക്കി. ഹേയ് വാട്ട്സ് ദിസ്? എന്നിട്ട് കിച്ചു ചോദിക്കുക, ഹേയ് എന്താണിത്? ഹു ഈസ് ദിസ് ഇൻ ദ മിറർ? അപ്പോൾ കണ്ണാടി ആദ്യമായിട്ട് കാണുകയാണ്. അപ്പോൾ കണ്ണാടിയിലേക്ക് നോക്കിയോ എന്തായി കാണുന്നത് എന്ന് ഈ മുയൽ ചോദിക്കുകയാണ്.
ഹൂ ഈസ് ദിസ് ഇൻ ദ മിറർ? മിററിൽ ആരാണ്? ഹി വാസ് പ്ലീസ് ടു സീ ഹിസ് ഓൺ ഇമേജ് ഇൻ ദ മിറർ. മിററിൽ തൻ്റെ സ്വന്തം ഇമേജ് രൂപം കണ്ട് സന്തോഷിച്ചു. പ്ലീസ്ഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി, സന്തോഷമായി. ഐ സോ ഹാൻസം. ഹാൻസം എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ള എന്നാണ് അർത്ഥം. ബ്യൂട്ടിഫുൾ എന്ന് പറയില്ലേ, അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്ന് വെച്ചാൽ ആണുങ്ങളെ ഹാൻസം എന്ന് പറയും, സ്ത്രീകൾ അതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ ബ്യൂട്ടിഫുൾ എന്നും പറയും. മനസ്സിലായല്ലോ? അപ്പോൾ ആണുങ്ങളെ ബ്യൂട്ടിഫുൾ എന്ന് പറയരുത്, പെണ്ണുങ്ങളെ ഹാൻസം എന്നും പറയരുത്. അപ്പോൾ ആണുങ്ങൾ എന്താ പറയേണ്ടത്? ഹാൻസം എന്നാ പറയാം. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളെ ബ്യൂട്ടിഫുൾ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഈ മൊയിൽ ചോദിക്കുകയാണ്, ആം ഐ സോ ഹാൻസം? ഞാൻ എത്ര കാണാൻ ഭംഗിയുണ്ടോ? ഹി വണ്ടേർഡ്, അത്ഭുതത്തോടെ ചോദിക്കുക. ഹി സ്റ്റാർട്ടഡ് ഡാൻസിങ് വിത്ത് ജോയ്, സന്തോഷം കൊണ്ട് അവൻ ഡാൻസ് ചെയ്തു. ഫ്രം ദെൻ ഓൺ, അന്ന് തൊട്ട് എവറി മോർണിംഗ്, എല്ലാ ദിവസവും രാവിലെയും ഹി വുഡ് ബ്രഷ് ആൻഡ് ക്ലീൻ ഹിസ് ഫേസ്, എന്നവർ രാവിലെ ബ്രഷ് ചെയ്യും, ക്ലീൻ ചെയ്യും ഹിസ് ഫേസ്, മുഖത്ത് ക്ലീൻ ആക്കും. ലുക്കിംഗ് ഇൻ ദ മിറർ, എന്നിട്ട് കണ്ണാടി നോക്കും. ഡേയ്സ് പാസ്റ്റ്, ദിവസങ്ങൾ കടന്നുപോയി. കുങ്കൻ വോൾഫ്, വുൽഫ് എന്ന് പറഞ്ഞാൽ ചെന്നായ. പൊതുവെ കഥകളിൽ ചെന്നായ എന്ന് പറയുമ്പം ഒരു വില്ലൻ കഥാപാത്രമായിട്ട് വരും അല്ലേ. സോ ഇവിടെ വില്ലനാണ്. കുങ്കൻ എന്നാണ് പേര് കേട്ടോ, അതായത് കാണുന്നില്ലേ റൗഡി പോലെ വരുന്നത്, ഇവരാണ് കുങ്കൻ. കുങ്കൻ വുൽഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്, ആ കൊച്ചു മാർക്കറ്റ് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി, വരികയാണ്. അവിടെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. കുങ്കൻ അങ്ങോട്ട് വന്നു. ഹി അറ്റാക്ട് ഓൾ ദ ആനിമൽസ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലെ എല്ലാ ആനിമൽസിനെയും അവൻ അറ്റാക്ക് ചെയ്തു. ദ ഡിയർ, റാബിറ്റ്, ഡോങ്കി ആൻഡ് ഓൾ അതർ ആനിമൽസ് വർ ടെറിഫൈഡ്. ഡിയർ എന്ന് പറഞ്ഞാൽ മാൻ, റാബിറ്റ് മുയൽ, ഡോങ്കി കഴുത. ഇനി മറ്റുള്ള എല്ലാ ആനിമൽസിനെയും അവരെ അറ്റാക്ക് ചെയ്യും. അവരൊക്കെ എന്താണ്? ടെറിഫൈഡ്, ഭയപ്പെട്ടു. ഹൗ ക്യാൻ ദേ എസ്കേപ്പ് ഫ്രം ഹിസ് അറ്റാക്ക്? ഇവൻ്റെ അറ്റാക്കിൽ നിന്നും, ആക്രമണത്തിൽ നിന്നും ഈ മൃഗങ്ങളെല്ലാം എങ്ങനെ രക്ഷപ്പെടും? ദേ സ്റ്റാർട്ടഡ് തിങ്കിങ്, അവർ ചിന്തിക്കാൻ തുടങ്ങി. ബട്ട് കുഡ് നോട്ട് ഫൈൻഡ് എ വേ ഔട്ട്, ഒരു വഴി കണ്ടെത്തിയില്ല. വൺ ഡേ, ഒരിക്കൽ, കുങ്കൻ വുൽഫ് കെയിം ടു കിച്ചു റാബിറ്റ്സ് ഷോപ്പ്. കിച്ചു റാബിറ്റിൻ്റെ ഷോപ്പിലേക്ക് ഒരിക്കൽ കുങ്കൻ വുൽഫ് വന്നു, ചെന്നായി വന്നു. ഹൈ കിച്ചു, ഐ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്, ഞാൻ നിന്നെ പൊടിച്ചിട്ട് കഴിക്കും, തിന്നും ഞാൻ എന്ന് പറഞ്ഞു. പിന്നെ അവനെ ഭയപ്പെടുത്തുകയാണ്. ദി ആനിമൽസ് വർ ഫ്രൈറ്റൻഡ്, അത് കേട്ടപ്പോൾ എല്ലാ ആനിമൽസും ഭയപ്പെട്ടു. ആൻഡ് മോസ്റ്റ് ഓഫ് ദം റാൻ അവേ, അത് കേട്ടോടുകൂടി ബാക്കിയുള്ള ആനിമൽസ് എല്ലാം അവിടെ നിന്ന് ഓടിപ്പോയി. സഡൻലി, പെട്ടെന്ന്, കിച്ചു ഗോട്ട് എൻ ഐഡിയ, കിച്ചുവിന് ഒരു ഐഡിയ തോന്നി. എന്നിട്ട് പറയാണ്, ഈ കുങ്കൻ എന്ന് പറയുന്ന ഈ ഒരു പിന്നെ വുൽഫിനോട് പറയാണ്, വുൽഫാണ് ചെന്നായിട്ടോ, ചെന്നായോട് പറയാണ്, മൈ ഫ്രണ്ട് ഡോണ്ട് ട്രൈ യുവർ ട്രിക്സ് ഓൺ മീ, നിൻ്റെ ട്രിക്സ് ഒന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല, നിൻ്റെ ഐഡിയ ഒന്നും എൻ്റെ അടുത്ത് ചിലവാവില്ല. ഇഫ് യു വാണ്ട് ടു ലീവ്, ഗോ അവേ ഫ്രം ഹിയർ, നിനക്ക് ജീവിക്കണോ, ലീവ് എന്ന് പറഞ്ഞാൽ ജീവിക്കുക. ഇഫ് യു വാണ്ട് ടു ലീവ്, നിനക്ക് ജീവിക്കണോ, ഗോ അവേ ഫ്രം ഹിയർ, ഇവിടുന്ന് പോയിക്കോ. വാട്ട് വിൽ യു ഡു? ദ വുൽഫ് ആസ്ക്ഡ്, വുൽഫ് ചോദിക്കുകയാണ്, നീ എന്താ ചെയ്യുക? ഐ കാൺ ഡു എനിത്തിങ് ബട്ട് മൈ ഫ്രണ്ട് ജിഗു ദ വുൽഫ് ഈസ് ഹൈഡിങ് ഇൻസൈഡ് മൈ ഷോപ്പ്. അപ്പോൾ മൊയില് പറയാണ്, ഐ കാൺ ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബട്ട് എന്നാൽ മൈ ഫ്രണ്ട് ജിഗു, എൻ്റെ കൂട്ടുകാരൻ ജിഗു ഉണ്ടല്ലോ, ദ വുൽഫ്, അവന് ഒരു ചെന്നായിയാണ്, ഈസ് ഹൈഡിങ്, ഒളിച്ചിരിക്കുകയാണ്, ഇൻസൈഡ് മൈ ഷോപ്പ്, എൻ്റെ ഷോപ്പിനകത്ത്. ഓക്കെ, എൻ്റെ ഷോപ്പിനകത്ത് ജിഗു എന്ന് പേരുള്ള മറ്റൊരു ചെന്നായി ഉണ്ട്. ഹി വിൽ സ്മാഷ് യു ഇൻ ടു പീസസ്, അവൻ നിന്നെ പീസാക്കും. സ്മാഷ് യു ഇൻ ടു പീസസ് എന്ന് പറഞ്ഞാൽ പീസാക്കും, കഷ്ണാക്കും. വുഡ് യു ലൈക്ക് ടു സീ ഹിം, അവനെ കാണണോ? കിച്ചു റാബിറ്റ് ആസ്ക്ഡ്, കിച്ചു റാബിറ്റ് ചോദിച്ചു. യെസ്, അതെ. ഷോ മീ യുവർ ജിഗു, അങ്ങനെയാണെങ്കിൽ ഇത് കാണിക്കൂ, നിന്റെ ജിഗുവിനെ കാണിക്ക് എന്ന് കുങ്കൻ വുൽഫ് ഡിമാൻഡ്, ആവശ്യപ്പെട്ടു. കിച്ചു റാബിറ്റ് ടേൺഡ് ആൻഡ് പിക്ഡ് അപ്പ് ദ മിറർ. അപ്പം കിച്ചു റാബിറ്റ് ആ മിറർ എടുത്തു, പൊക്കി. ഹി ബ്രോട്ട് ഇറ്റ് ടു ദ ഫേസ് ഓഫ് കുങ്കൻ വുൽഫ്, എന്നിട്ട് കുങ്കൻ വുൽഫിൻ്റെ മുഖത്തിന് നേരെ ഇതങ്ങ് വെച്ചു പിടിച്ചു ഈ കണ്ണാടി. അപ്പോൾ എന്താ സംഭവിക്കുക? ചെന്നായി കാണുന്ന രൂപം ഇവനെ തന്നെയാണ് അല്ലേ. കുങ്കൻ വുൽഫ് കാണുന്നത് അവൻ്റെ തന്നെ രൂപമാണ്. പക്ഷേ കുങ്കൻ വിചാരിക്കുന്നത് മറ്റാരും അതിനകത്ത് ഉണ്ടെന്നാണ്, കാരണം ഇവരൊന്നും മുൻപ് കണ്ണാടി കണ്ടിട്ടില്ല. ലുക്ക് ഹിയർ, ഹീസ് ജിഗു, കിച്ചു സെഡ്, കണ്ടോ, ഇതാണ് ജിഗു എന്ന ചെന്നായ, കണ്ടോ എന്ന് കിച്ചു പറയാണ്. പക്ഷേ കുങ്കൻ വുൽഫിന് അത് മനസ്സിലായിട്ടില്ല സ്വന്തം രൂപമാണെന്ന്. ഓ വാട്ട് എ ടെറിബിൾ ഫെലോ ഹീസ്, ഓ എന്ത് ഭയാനകം, ഭീകരം തന്നെ അവനെ കാണാൻ എന്ന് ഈ വുൽഫ് കുങ്കന് മനസ്സിൽ കരുതി. ഇഫ് ഹി കംസ് ഔട്ട് ഹി വിൽ ഫിനിഷ് മീ, അവൻ പുറത്തേക്ക് വന്നാൽ എന്നെ ഫിനിഷ് ചെയ്യും, എന്നെ ഇല്ലാതാക്കും, കൊല്ലും. സീയിങ് ഹിസ് ഓൺ ഇമേജ്, സ്വന്തം ഇമേജ് കണ്ടിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. കുങ്കൻ തോട്ട് ദാറ്റ് ഇറ്റ് വാസ് ദ റിയൽ ജിഗു വുൽഫ്. അപ്പോൾ കുങ്കൻ എന്താ കരുതിയത്?
ഇത് റിയൽ ജിഗു വുൾഫ് ആണ് എന്നാണ്. സ്വന്തം ഇമേജ് കണ്ട് മനസ്സിലായില്ല. കുങ്കൻ വുൾഫ് റാൻ അവേ, അവൻ ഓടിപ്പോയി. ഇതാ ഓടിപ്പോകുന്ന പിക്ചറാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. കുങ്കൻ വുൾഫ് ഓടിപ്പോവാണ്. ആസ് ഫാസ്റ്റ് ആസ് ഹി കുഡ്, അവന് കഴിയുന്ന അത്രയും വേഗത്തിൽ അവൻ ഓടിപ്പോയി. ഹി നെവർ കെയിം ബാക്ക്, അവനൊരിക്കലും തിരികെ വന്നതുമില്ല. എഗെയിൻ, വീണ്ടും. കിച്ചു ബിക്കേം എ റിയൽ ഹീറോ, അങ്ങനെ കിച്ചു എന്തായി? ഒരു റിയൽ ഹീറോ ആയി മാറി. ഓൾ ദ ആനിമൽസ് ബിക്കേം ഹാപ്പി, എല്ലാ ആനിമൽസും സന്തോഷിച്ചു, ഹാപ്പിയായി. കാരണം ഇവനോട് പോയി കിട്ടിയല്ലോ ഈ കുങ്കൻ എന്ന ഫോക്സ് പേടിച്ചിട്ട്. സോ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.